പാമ്പുകടിയേറ്റ യുവതി മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണെന്നാരോപിച്ച് കായംകുളം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. INTUC നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ധർണ നടത്തിയത്. പാമ്പുകടിയേറ്റ് കായംകുളത്ത് യുവതി മരിക്കാനിടയായ സംഭവത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. INTUC കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സമരം INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G. ബൈജു ഉദ്ഘാടനം ചെയ്തു. വന്നപ്പോൾ അവർക്ക് പാമ്പ് കടിയേറ്റോ എന്ന് പരിശോധിക്കുവാൻ പോലും, അത് സ്ഥിരീകരിക്കുവാൻ പോലും കഴിയാത്ത ഒരു നാടകെട്ട സംവിധാനമായി കായംകുളം ഗവൺമെന്റ് ആശുപത്രി മാറിയിരിക്കുകയാണ്. അവർ വന്ന് പാമ്പ് കടിയേറ്റത് അവർ ഒരു സംശയത്തിന്റെ പുറത്ത് അവർ വന്നപ്പോൾ അവരെ പാമ്പ് കടിയേറ്റതാണോ, അവരുടെ ദേഹത്ത് വിഷം കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചറിയാനാണ് ഈ ആശുപത്രി ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അവർക്ക് യഥാസമയം പാമ്പ് കടിയേറ്റവർക്ക് ആന്റിബയോട്ടിക് കൊടുക്കുന്നതിന് പോലും ഇവിടുത്തെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഗുരുതരമായ വീഴ്ച വന്നിരിക്കുന്നു. ഇവിടെ വീണ ജോർജ് മന്ത്രി പറയുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗം അങ്ങ് ശുദ്ധീകരിച്ചുവെന്നാണ്. നാലാദ്യ വോട്ടെണ്ണുമ്പം കാണാം വീണ ജോർജ് പോകുന്ന പോക്ക്. ഇവിടെ പാവപ്പെട്ട ഒരു സ്ത്രീ അവര് വിവാഹ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ പാമ്പ് കടിച്ച് വന്നപ്പോൾ അവരെ പാമ്പ് കടിച്ചതാണോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത തരത്തിൽ ഈ ആശുപത്രിയെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം വളരെ ഗുരുതരമാണ്. അതൊരു പാവപ്പെട്ട സ്ത്രീയാണ് മരിച്ചത്. ആ ആരോപണം സംബന്ധിച്ച് വളരെ ഗൗരവവും ഒരു സഹകരണ സംഘത്തിൽ ഇവിടെ നടത്തുന്ന ഒരു സഹകരണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥ അവരുടെ മണിക്കൂറുകൾ ഇവിടെ വന്നു. അതിനുശേഷം അവർ ശുചിമുറിയിൽ പോയി കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോഴാണ് അവരെ പുറത്തു വരുന്നത് കാണാതെ വന്നപ്പോഴാണ് ശുചിമുറിയുടെ പിന്നിൽ അവർ കുഴഞ്ഞു വീണു എന്ന് മരിച്ചതായി നമ്മൾ കണ്ടപ്പെട്ടത്. വളരെ ഗൗരവമായ INTUC പറയുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ MP, ആദരണീയനായ MP ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ ഇത് സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഈ ഒരു കൃത്യവിലോപം ഈ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുവാൻ സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടി ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് Y. ഹാരിസ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രദേശത്ത് ഒരു സഹോദരിയുടെ ജീവൻ പൊലിയുകയുണ്ടായി. കായംകുളത്തെ ഡോക്ടർമാരുടെയും കായംകുളത്തെ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും അനാസ്ഥ മൂലം ഒരു പാവപ്പെട്ട ഒരു യുവതിയെ മരിക്കുവാനിടയായി. INTUC അത് കായംകുളത്തെ ഡോക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് S. രാജേന്ദ്രൻ, PR ശശിധരൻ, തണ്ടളത്ത് മുരളി, രാധാമണി രാജൻ, സുനിൽ പൊന്നാലയം, MG മോഹൻകുമാർ, ബാബു കുരമ്പല്ലി, ബിജു കണ്ണങ്കര, ഹാഷിർ പുത്തൻകണ്ടം, A. റഷീദ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.